അതായത് ഈ മറ്റു മതങ്ങൾ, അതായത് ക്രിസ്തു മതമാണേലും ഹിന്ദു മതമാണേലും ജൂതമതമാണേലും അവരൊക്കെ ഈ കാലഘട്ടത്തിനനുസരിച്ച് ഒരു മാറിക്കഴിഞ്ഞു. ഇപ്പം ക്രിസ്ത്യൻസിന്റെ ബൈബിൾ വെച്ച് നോക്കുക, ബൈബിൾ ക്രിസ്ത്യൻസ് എന്ന് പറഞ്ഞാൽ പുതിയ നിയമമാണ് അവർ വിശ്വസിക്കുന്നത്. ഈ പുതിയ നിയമത്തിൽ തന്നെ യേശു പറയുന്ന ഒരു വാക്യമുണ്ട്, നിയമവും പ്രവാചകന്മാരും യോഹന്നാൻ സ്നാപകനോടെ അവസാനിച്ചിരിക്കുന്നു, ഇനിയുള്ള കൃപയുടെ കാലഘട്ടമാണ്, ഇനിയുള്ള കരുണയുടെ കാലഘട്ടമാണ് എന്ന് ക്രിസ്തു പറയുന്ന ഒരു വാക്യം ഈ ബൈബിളിൽ തന്നെ ഉണ്ട്, ഈ പുതിയ നിയമത്തിൽ തന്നെ ഉണ്ട്. ഈ ക്രിസ്ത്യാനികൾ ഒരിക്കലും പഴയ നിയമമല്ല അവര് പിന്തുടരുന്നത്, അവർ പിന്തുടരുന്ന പുതിയ നിയമമാണ്. അല്ലെ പിന്നെ പുതിയ നിയമം എന്നും പറഞ്ഞൊരു പുസ്തകത്തിന്റെ ആവശ്യമില്ലല്ലോ അവർക്ക്, ആ പഴയ നിയമം തന്നെ അവർ പിന്തുടർന്ന് പോകാം. അല്ല, പുതിയ നിയമം എന്ന് പറഞ്ഞ ഒരു പുസ്തകം ഉണ്ട് അവർക്ക്. ഈ പുതിയ നിയമം ഞാനും വായിച്ചിട്ടുള്ള ആളാണ്. അതിനകത്ത് ക്രിസ്തു മാനവികതയ്ക്ക് നിരക്കാത്തതായിട്ട് ഒന്നും പറയുന്നില്ല അദ്ദേഹം. കറക്റ്റ് മാനവികത തന്നെ അദ്ദേഹം പറയുന്നുള്ളൂ. പിന്നെ ക്രിസ്ത്യാനികൾ പലരും പലരും ചെയ്യുന്നുണ്ട് എന്നും പറഞ്ഞ നമ്മളത് അതാ യേശുവിന് നിരക്കാത്ത, യേശു പറഞ്ഞാൽ ഒരിക്കലും യേശു ഒരിടത്തും പറയുന്നില്ല വാളെടുക്കുക. യേശു പറഞ്ഞ വാളെടുത്തുവൻ വാളാലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു പത്രോസ് ഒരിക്കൽ യേശുവിനെ പിടിച്ചു കൊടുക്കാൻ ജൂതന്മാർ വരുമ്പോൾ, ജൂതന്മാർ യേശുവിനെ അന്വേഷിച്ച് വരുമ്പോൾ പത്രോസ് കയറി ആ ഒരു ജൂത പുരോഹിതന്റെ ചെവിയെടുത്ത് താഴെയിടുന്നതായിട്ട് ബൈബിളിൽ പറയുന്നുണ്ട്. അപ്പൊ യേശു ക്രിസ്തു അന്നേരം പത്രോസിനോട് പറഞ്ഞ, പത്രോസ് നീ ഉറയിലിടും, വാളെടുത്തവൻ വാളാൽ തീരും എന്നാണ് യേശു ക്രിസ്തു അവിടെ പറയുന്നത്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കാൻ പറഞ്ഞ ഒരു മനുഷ്യനാണ്. പക്ഷെ മുഹമ്മദ് എന്താ പറഞ്ഞത്? നിന്റെ അടുത്ത് താമസിക്കുന്ന അയൽക്കാരനായ അവിശ്വാസിയോട് പോയി യുദ്ധം ചെയ്യും, ആ യുദ്ധത്തിൽ അവൻ രൂക്ഷത കണ്ടെത്തണമെന്നാണ് മുഹമ്മദ് പറഞ്ഞു കൊടുത്തത്. പക്ഷെ യേശുക്രിസ്തു പറഞ്ഞ നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കാനാണ് പറഞ്ഞത്, അല്ല ക്രിസ്ത്യാനിയായ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കാൻ പറഞ്ഞില്ല. ഇനി ഞാൻ പറയാം, ജൂതന്മാരുടെ കാര്യം കൂടെ പറയാം. ജൂതന്മാരുടെ പഴയ നിയമം പുസ്തകത്തിൽ ഇല്ലാത്ത തെമ്മാടിത്തരങ്ങളൊന്നുമില്ല. ഉള്ള കാര്യം പറയാം, പഴയ നിയമം പുസ്തകത്തിൽ ഇല്ലാത്ത തെമ്മാടിത്തരങ്ങളൊന്നുമില്ല. എല്ലാ തെമ്മാടിത്തരവും എഴുതി വെച്ചു. ഖുർആനിൽ എന്തൊക്കെ തെമ്മാടിത്തരം ഉണ്ടോ അതിനേക്കാൾ മോശമായിട്ട് പഴയ നിയമ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഓരോ രാജാക്കന്മാരുടെ ആണേലും ഉൽപ്പത്തി ആണേലും ആവർത്തന പുസ്തകമാണേലും എന്തിനേറെ പറയുന്നത്, ഏത് പുസ്തകം എടുത്താലും മലാക്കി വരെയുള്ള പുസ്തകം നിങ്ങളെടുത്ത് പരിശോധിച്ചു, ഉൽപ്പത്തി മുതൽ മലാക്കി വരെയുള്ളതാണ് പഴയ നിയമം എന്ന് പറയുന്നത്. ആ പുസ്തകത്തിൽ എല്ലാ തെമ്മാടിത്തരങ്ങൾക്കും ഘോഷയാത്ര തന്നെ ഉണ്ട്, എന്തൊക്കെ വൃത്തികേടുകൾ എഴുതിയൊക്കെ ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ജൂതന്മാർ അങ്ങനെ നടക്കുന്നുണ്ടോ? അതിൽ ജനാധിപത്യവും മതേതരത്വവും നമുക്ക് പഴയ നിയമ പുസ്തകത്തിൽ നോക്കിയാൽ കാണാൻ പറ്റിയല്ല, ജനാധിപത്യവും മതേതരത്വവും കാണാൻ പറ്റിയല്ല. പക്ഷെ ലോകത്ത് ഒരൊറ്റ രാജ്യമേ ജൂതന്മാർക്ക്, ഇസ്രായേല്. ഏക ജനാധിപത്യ മതേതര രാജ്യമാണ്. മിഡിൽ ഈസ്റ്റിലെ ഏക ജനാധിപത്യ മതേതര രാജ്യം എന്ന് പറയുന്നത് ഇസ്രായേലാണ്. പഴയ നിയമം അനുസരിച്ച് അവര് ജീവിക്കുകയായിരുന്നെങ്കിൽ ആ ഇസ്രായേൽ ഒരിക്കലും ഒരു ജനാധിപത്യ മതേതര രാജ്യമാകുകയല്ല. അവിടെ ഇപ്പോഴും ജനങ്ങളാണ് തെരഞ്ഞെടുക്കുന്ന ഗവൺമെന്റിനെ. അത് അവിടെ ഇപ്പോഴും ജൂതന്മാർ കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന അറബികളാണ്, മുസ്ലിമീങ്ങളാണ്. അവർ ഒരു പാർട്ടി തന്നെ ഉണ്ട്, ഒരു അറബികളുടെ ഒരു പാർട്ടി. കഴിഞ്ഞ നെതന്യാഹുവിന് മുമ്പ് അവിടെ ഭരിച്ചുകൊണ്ടിരുന്ന ആ പാർട്ടിയിൽ ആ മുസ്ലിം പാർട്ടിയും ഉണ്ടായിരുന്നു. ഒരു സഖ്യ പാർട്ടി, നമ്മുടെ ഇന്ത്യ സഖ്യം പോലെ ഒരു സഖ്യം ഉണ്ടാക്കി, ആ സഖ്യമാണ് അവിടെ ഭരിച്ചത്. അതിൽ രണ്ടാമത്തെ പാർട്ടി ജൂതന്മാരുടെ ഒരു പാർട്ടി കഴിഞ്ഞാൽ രണ്ടാമത്തെ പാർട്ടിയായിരുന്നു അറബിക്ക് മുസ്ലിമീങ്ങളുടെ ഒരു പാർട്ടിയായിരുന്നു. അവര് ഈ പഴയ നിയമം അതേപടി ഫോളോ ചെയ്യുന്നവരാണ് ജൂതന്മാരെങ്കിൽ ഈ മുസ്ലിമീങ്ങളുടെ പാർട്ടീനെ അവര് ചേർത്ത് അവിടെ ഭരിക്കുമായിരുന്നു, ഇസ്രായേൽ ഭരിക്കുമായിരുന്നു. ഒരിക്കലും ഭരിക്കില്ല. ഇന്ന് ലോകത്തെ ഏറ്റവും സുരക്ഷിതത്വത്തോടെ മുസ്ലിമീങ്ങൾ താമസിക്കുന്ന ലോകത്തെ ഏക രാജ്യം എന്ന് പറയുന്നത് ഇസ്രായേൽ. വളരെയധികം സുരക്ഷിതത്വമാണ് അവിടെ കിട്ടുന്നത്. ആളോഹരി വരുമാനത്തിൽ ലോകത്ത് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ. ലോകത്ത് ആളോഹരി വരുമാനത്തിൽ ഒന്നാം സ്ഥാനത്ത് മുസ്ലിമീങ്ങൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇസ്രായേലിൽ മാത്രമേ ഉള്ളൂ. ശാന്തിയും സമാധാനവും അനുഭവിച്ച് ലോകത്ത് മുസ്ലിമീങ്ങൾ താമസിക്കുന്ന ഒരേ രാജ്യം ഇസ്രായേലാണ്. പക്ഷെ ഈ ജൂതന്മാർ എന്തുമാത്രം മുസ്ലിമീങ്ങൾ എന്തുമാത്രം ജൂതന്മാരെ ഉപദ്രവിച്ചിട്ടുണ്ട്. അൽ-അഖ്സ മോസ്കോ വരെ സ്ഥാപിച്ചതാരാണ്? ഖലീഫ ഉമറിന്റെ കാലത്താണ് സ്ഥാപിച്ചത്. മനസ്സിലായോ? ഈ ജൂതന്മാർ ഒരേ ഒരു ദേവാലയം ഉള്ളൂ അവർക്ക്. ലോകത്ത് സോളമൻ പണിത് ഒരേ ഒരു ദേവാലയമാണ് ഈ ജെറുസലേം ദേവാലയം എന്നും അതിന്റെ മുകളിൽ കയറ്റിയാണ് അൽ-അഖ്സ മോസ്കോ പണിത് വെച്ചിരിക്കുന്നത്. അങ്ങനെ ആ പണിത മുസ്ലിമീങ്ങളെ ജൂതന്മാര് ഈ പഴയ നിയമത്തിൽ വിശ്വസിച്ച് നടക്കുന്നവരാണെങ്കിൽ അവിടെ സമാധാനത്തോടെ ജീവിക്കാൻ അനുവദിക്കുമായിരുന്നു ഇസ്രായേലിൽ. അവരെ ആട്ടി പുറത്താക്കുകയല്ല, ഒറ്റ ഒരു മുസ്ലിം ഇല്ലാതെ ആട്ടി പുറത്താക്കുകയല്ലായിരുന്നു. അവർ പുറത്താക്കിയില്ലല്ലോ. ഇന്നും 10,500-400ഓളം ജൂതന്മാരെ ഹമാസ് കയറി ചുമ്മാ കൊന്നൊടുക്കിയിട്ടും ആ മുസ്ലിമീങ്ങളെല്ലാം അവിടെ നിന്ന് പുറത്താവണമെന്ന് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഗവൺമെന്റ് ആവശ്യപ്പെട്ടോ? ഇല്ലല്ലോ. അവർക്ക് അവിടെ സുരക്ഷിതത്വമാണ് കൊടുക്കുന്നത് ഇസ്രായേൽ. അത് എന്തുകൊണ്ട്? അവർ ജനാധിപത്യത്തിലും മതേതരത്വത്തിലും വിശ്വസിക്കുന്നു. മിഡിൽ ഈസ്റ്റിൽ എന്തുമാത്രം മുസ്ലിം കൺട്രികളുണ്ട്. ഈ ഇസ്രായേലിന്റെ ചുറ്റിനും കിടക്കുന്ന 10-25ഓളം മുസ്ലിം കൺട്രികളുണ്ട്. 25 10-35ഓളം ഉണ്ട്. ഗൾഫ് രാജ്യങ്ങളായിട്ട് സിറിയയായിട്ട് ഇറാന്, ഇറാഖ്, ജോർദാന്. ഒരൊറ്റ ഒരെണ്ണം ഉണ്ടോ മതേതര ജനാധിപത്യ രാജ്യം? ഒരൊറ്റ മതേതര ജനാധിപത്യ രാജ്യം ഇല്ല. ആകെ ഉള്ള മിഡിൽ ഈസ്റ്റിലെ ഏക ജനാധിപത്യ മതേതര രാജ്യം എന്ന് പറയുന്നത് ഇസ്രായേലാണ്. നമ്മുടെ ഇന്ത്യ മഹാരാജ്യം പോലെ തന്നെ ജനാധിപത്യത്തിലും മതേതരത്വത്തിലും വിശ്വസിക്കുന്നവര്. പഴയ നിയമം അവർ ഫോളോ ചെയ്യുകയായിരുന്നെങ്കിൽ, അവരിപ്പോഴും പഴയ നിയമം ഫോളോ ചെയ്ത് ജീവിക്കുന്നവരാണെങ്കിൽ അവിടെ ജനാധിപത്യവും മതേതരവും ഉണ്ടാകുമായിരുന്നു. അവിടെ മുസ്ലിമീങ്ങൾ ഉണ്ടാകുമായിരുന്നു. സൗദി അറേബ്യ ഒരൊറ്റ മുസ്ലിമിന് പൗരത്വം, അല്ല ഒരൊറ്റ അമുസ്ലിമിന് പൗരത്വം ഉണ്ടോ? ക്രിസ്ത്യാനിക്കോ ജൂതനോ ഹിന്ദുവിനോ അവിടെ പൗരത്വം ഉണ്ടോ? ഒള്ളി മുസ്ലിമില്ലേ?
മുസ്ലിമുകൾക്ക് മാത്രം പൊരുത്തമുള്ള രാജ്യമാണ് സൗദി അറേബ്യ. സൗദി അറേബ്യ എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ സ്ഥാപക രാജ്യമാണ്, മുഹമ്മദിന്റെ ജന്മനാടാണ്. മനസ്സിലായോ? അപ്പൊ ഈ സൗദി അറേബ്യ ഇസ്രായേലും കൂടെ നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കി. അപ്പൊ ആരാണ് ഇനി ഹിന്ദുക്കളിലേക്ക് വരാം. ഹിന്ദുക്കള് ഏതെങ്കിലും ജനാധിപത്യത്തിനോ മതേതരത്വത്തിനോ വിരുദ്ധമായിട്ട് ഇവിടെ പ്രവർത്തിച്ചിട്ടുണ്ടോ? 80% ഹിന്ദുക്കളുള്ള രാജ്യമാണ് ഇന്ത്യ മഹാരാജ്യം എന്ന് പറയുന്നത്. ഇവിടെ ജനാധിപത്യവും മതേതരത്വവും നിലനിൽക്കുന്നു. 80% മുസ്ലിമീങ്ങളുള്ള ഏതെങ്കിലും ഒരു ജനാധിപത്യ മതേതര രാജ്യം ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും പറയാമോ? 80%-ലധികം മുസ്ലിമീങ്ങളുള്ള ലോകത്തെ ഏതെങ്കിലും ഒരു ജനാധിപത്യ മതേതര രാഷ്ട്രമുണ്ടോ? പക്ഷെ 80%-ലധികം ഹിന്ദുക്കളുള്ള ഇന്ത്യ മഹാരാജ്യം ഇന്നും ജനാധിപത്യ മതേതര രാജ്യമാണ്. മനസ്സിലാക്കണം നമ്മൾ. അപ്പൊ ലോകത്ത് ഈ മതം, ഞങ്ങളുടെ മതം മാത്രം സത്യം, ഞങ്ങളുടെ മത നിയമം മാത്രം അനുസരിക്കണം, ഞങ്ങളുടെ മത നിയമം മാത്രമായിരിക്കണം ഇവിടുത്തെ ഭരണം എന്ന് പറയുന്നതും അതനുസരിച്ച് പ്രവർത്തിച്ചു കാണിക്കുന്നതും ഈ ജിഹാദികൾ മാത്രമേ ഉള്ളൂ. ഈ ജിഹാദി രാജ്യങ്ങൾ മാത്രമേ ഉള്ളൂ. വേറെ ലോകത്തൊരു രാജ്യമില്ല. ഇന്നേതായാലും സൗദി അറേബ്യ ഒരുപാട് ഇതിൽ പറഞ്ഞിരിക്കുന്ന സൗദി അറേബ്യ ഒരുപാട് പുരോഗമനത്തിന്റെ പാതയിലേക്ക് വരികയാണ്. കാരണം ഇപ്പൊ അവിടുത്തെ രാജാവ് എന്ന് പറയുന്നത് MBS മുഹമ്മദ് ബിൻ സൽമാൻ എന്ന് പറയുന്ന ആ രാജകുമാരൻ, അയാൾ പഠിച്ചത് അമേരിക്കയിലാണ്. അയാളുടെ കൂട്ടുകാരൊക്കെ ക്രിസ്ത്യാനികളും ജൂതന്മാരും ഒക്കെ ആയിരുന്നു. അവരിൽ നിന്ന് ഒരുപാട് മൂല്യങ്ങൾ ഗ്രഹിച്ചു. അതുകൊണ്ടാണ് അയാള് സൗദി അറേബ്യയിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇതവിടെ മദ്യശാല, ബാർ തുടങ്ങുന്നു, പബ്ബ് തുടങ്ങുന്നു. ഒരു സിറ്റി, ജിദ്ദയിൽ ഒരു എൻജോയ്മെന്റ് സിറ്റി വരികയാണ്. ആ സിറ്റിയിൽ എല്ലാം ഉണ്ടെന്നാ പറയുന്നത്. ക്യാബറ ഡാൻസ്, പബ്ബ്, മദ്യശാലകള് എല്ലാം. ഒരു മനുഷ്യൻ എന്തൊക്കെ ആസ്വദിക്കണോ. ഇനി സൗദികൾ ഇത്രയും കാലം സൗദിയിലെ കാശ് പോയിക്കൊണ്ടിരിക്കുന്ന തായ്ലൻഡിലേക്കും യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും പിന്നെ ബഹ്റൈൻ എന്ന് പറഞ്ഞ അടുത്ത് കിടക്കുന്ന രാജ്യത്തേക്കും ഒക്കെയാണ്. കാരണം സൂഹിക്കാൻ പോകുന്നതാണ്, പണം ഉണ്ടല്ലോ. പക്ഷെ സൗദിയിൽ ഒരു ഒന്നുമില്ല, ഒരു എൻജോയ് ചെയ്യാൻ യാതൊന്നുമില്ല. അതുകൊണ്ട് അവർ വിദേശത്ത് കൊണ്ടുപോയി അവരുടെ പണമെല്ലാം ഒഴുക്കിക്കൊണ്ടിരിക്കും. ആ പണമെല്ലാം സൗദിയിൽ തന്നെ കിടക്കാൻ വേണ്ടി MBS എന്ത് ചെയ്യുന്നു, ഒരു എൻജോയ്മെന്റ് സിറ്റി കൊണ്ടുവരികയാണ്. അവിടെ മദ്യശാലയുണ്ട്, പബ്ബുണ്ട്. ഒരു മനുഷ്യന് പണമുള്ളവൻ എന്തൊക്കെ ആവശ്യമുണ്ടോ അതൊക്കെ അവിടെ കിട്ടും. അതിലേക്ക് വന്നുകൊണ്ടിരിക്കും. സിനിമാ തിയേറ്റർ 10-65 സിനിമാ തിയേറ്റർ തുറന്നു. എല്ലാം പെണ്ണുങ്ങളോട് പറഞ്ഞു നിങ്ങൾ ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ചോളാൻ പറഞ്ഞു. അവർക്ക് ലൈസൻസ് കൊടുത്തു, വണ്ടി ഓടിക്കാൻ ലൈസൻസ് കൊടുത്തു. ഇതൊക്കെ അയാൾ കൊടുത്ത, അയാൾക്ക് ബോധവും ബുദ്ധിയും ഉള്ളതുകൊണ്ടാ. അയാള് മുസ്ലിം അല്ലെന്നും പറയുന്നുണ്ട്. ഈ മുഹമ്മദ് ബിൻ സൽമാൻ മുസ്ലിം അല്ല. ഇടയ്ക്ക് കേട്ടു അയാൾ ക്രിസ്ത്യനാണ്, എവിടെ പോയി ക്രിസ്തുമതം സ്വീകരിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. ഇടയ്ക്കാരോ പറയുന്നത് കേട്ട് യുക്തിവാദിയാണെന്നൊക്കെ പറയുന്നുണ്ട്. ഒന്നും എനിക്ക് സത്യമായിട്ടൊന്നും അറിയില്ല. പക്ഷെ അയാൾ ഒരു മാനവികനാണ്, അത് ഉറപ്പാണ്. അതുകൊണ്ടാണ് അയാൾ ഇത്രയധികം ഈ പെണ്ണുങ്ങൾക്കൊക്കെ ഇത്ര സ്വാതന്ത്ര്യം കൊടുത്തത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ലോകത്ത് ഈ മതം പറഞ്ഞതനുസരിച്ച്, മതപുസ്തകം പറഞ്ഞതനുസരിച്ച് ഇപ്പോഴും മുമ്പോട്ട് പോകുന്ന ജിഹാദികൾ മാത്രമേ ഉള്ളൂ, ജിഹാദി രാജ്യങ്ങൾ മാത്രമേ ഉള്ളൂ. മറ്റ് രാജ്യങ്ങളെല്ലാം മതം വലിച്ചെറിഞ്ഞിട്ട് മാനവികതയിൽ വിശ്വസിച്ചുകൊണ്ട് മതേതരത്വത്തിന്റെയും ജനാധിപത്യത്തിന്റെയും കാഴ്ചപ്പാടിലൂടെയാണ് മറ്റ് ക്രിസ്ത്യൻ രാജ്യങ്ങളായാലും ഹൈന്ദവ രാജ്യമായാലും ലോകത്തെ ഏക യഹൂദ രാജ്യമായാലും മുമ്പോട്ട് പോകുന്നത്. ഓക്കെ, താങ്ക് യു.